തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന. ആമുഖം. സാമുവേൽ, രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് 1-2 ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത്. സാവൂളിൻ്റെ കാലം മുതൽ ജെറുസലേമിൻ്റെ നാശം വരെയുള്ള ചരിത്രം. ഗ്രീക്ക്, ലത്തീൻ പരിഭാഷകളിൽ പാരലിപോമന, വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് ഗ്രന്ഥങ്ങൾക്ക് പേരു നൽകിയിരിക്കുന്നത്. എന്നാൽ സാമുവേലിലും രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളോ അവയുടെ വസ്തുനിഷ്ഠമായ ആവർത്തനമോ അല്ല ദിനവൃത്താന്തം. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് അത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. വളരെയേറെ വിപത്തുകൾ ഇസ്രായേൽ ജനത്തിന് വന്നു ഭവിച്ചു. ജനത്തിൻ്റെ അവിശ്വസ്തതയാണ് അതിനെല്ലാം കാരണം. എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷാകര ചരിത്രത്തെ മുൻപോട്ട് നയിക്കുന്നു. ദാവീദ്, സോളമൻ, യഹോഷാഫാത്ത്, ഹെസക്കിയ, ജോസിയ എന്നിങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. രാഷ്ട്രീയമായി പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും പുരോഹിത നേതൃത്വത്തിൽ നിയമം, ദേവാലയം, ആരാധനാവിധികൾ എന്നിവയിൽ അധിഷ്ഠിതമായി സാമൂഹിക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടമാണ് പ്രവാസത്തിന് ശേഷമുള്ള കാലം. യൂദാ ഗോത്രം, ദാവീദിൻ്റെ വംശം, ലേവ്യർ, ജെറുസലേം നഗരം, ദേവാലയം എന്നിവയെ രക്ഷാകര പദ്ധതിയുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഒരു ലേവ്യനായിരിക്കാനാണ് സാധ്യത. BC 400 ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 1-ാം അധ്യായം. ആദം മുതൽ അബ്രഹാം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലേൽ, യാരെദ്, ഹെനോക്ക്, മെത്തുസലഹ്, ലാമെക്ക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കെനാസ്, ദീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, താർഷിഷ്, കിത്തീം, റോദാനീം. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്, കാനാൻ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തക. റാമായുടെ പുത്രന്മാർ ഷെബ, ദെദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദിം, അനാമീം, ലഹാബീം, നഫ്തൂഹിം, പത്രൂസിം, കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിം ആണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാൻ്റെ ആദ്യജാതനും ഹേദ് ദ്വിതീയനുമായിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേദർ, മെഷക് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷെലാഹിൻ്റെയും ഷെലാഹ് ഏബറിൻ്റെയും പിതാവാണ്. ഏബറിന് പെലെഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലെഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവെത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിഗ്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്. ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലെഗ്, റെവു, സെരൂഗ്, നാഹോർ, തേരഹ്. അബ്രാം എന്ന അബ്രഹാം
എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽ പെടുന്നു. അബ്രാഹത്തിൻ്റെ സന്തതികൾ. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര: ഇസ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ഭൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കേദമ. ഇവരും ഇസ്മായേലിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ: സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്, ഷുവാഹ്. യോക്ഷാൻ്റെ പുത്രന്മാർ ഷെബ, ദെദാൻ. മിദിയാൻ്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തുറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ്, റവുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗെദാം, കെനസ്, തിമ്ന, അമലേക്. റവുവേലിൻ്റെ പുത്രന്മാർ നഹദ്, സേറഹ്, ഷമ്മ, മിസ. സെയറിൻ്റെ പുത്രന്മാർ ലോഥാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോഥാൻ്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോഥാൻ്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. ആനായുടെ പുത്രനാണ് ദീഷോൻ. ദീഷോൻ്റെ പുത്രന്മാർ ഹമ്രാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാൻ്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണരാജാക്കന്മാർ. ബെയോറിൻ്റെ മകൻ ബേല. ഇവൻ ദിൻഹബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിനു ശേഷം ബൊസ്രാക്കാരനായ സേറഹിൻ്റെ മകൻ യോബാവ് ഭരണമേറ്റു. യോബാവ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിൻ്റെ മരണത്തിനു ശേഷം ബെദാദിൻ്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിദ് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിന് ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലായ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസഹാബിൻ്റെ പൗത്രിയും മാത്രദിൻ്റെ പുത്രിയുമായ മെഹത്താബൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. ഹദാദിൻ്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണപ്രഭുക്കന്മാർ തിമ്ന, അലിയ, യദേത്ത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം. ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. ദിനവൃത്താന്തം പുസ്തകം 1-ാം പുസ്തകം 2-ാം അധ്യായം. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബൻ, ശിമെയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആശേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ശുവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഗളിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രാൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഖാർ കർമ്മിയുടെ പുത്രനാണ്. ഏഥാൻ്റെ പുത്രനാണ് അസറിയ. ഹെസ്രാൻ്റെ പുത്രന്മാർ യറഹമേൽ, റാം, കെലുബായ്. റാം അമിനാദാബിൻ്റെയും അമിനാദാബ് യൂദാ ഗോത്രത്തിൻ്റെ നേതാവായ നഹ്ഷോൻ്റെയും പിതാവാണ്. നഹ്ഷോൻ സൽമയുടെയും സൽമ ബോവാസിൻ്റെയും ബോവാസ്
ഓബദിൻ്റെയും ഓബദ് ജെസ്സയുടെയും പിതാവാണ്. ജെസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഏലിയാബ്, അബിനാദാബ്, ഷിമ്മ, നഥനേൽ, റെദ്ദായ്, ഓസേം, ദാവീദ്. സെറുയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേലിനായ യഥേർ ആയിരുന്നു അവൻ്റെ പിതാവ്. ഹെസ്രാൻ്റെ മകനായ കാലബിന് ഭാര്യയായ അസുബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേശർ, ഷോബാബ്, അർദോൻ. അസുബായുടെ മരണത്തിനു ശേഷം കാലേബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബെസാലേലിൻ്റെയും പിതാവായി. ഹെസ്രാൻ 60-ാം വയസ്സിൽ ഗിലെയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങളുണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രാൻ്റെ മരണത്തിനു ശേഷം കാലേബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു. ആഷ്ഹൂർ തെക്കോവയുടെ പിതാവാണ്. ഹെസ്രാൻ്റെ ആദ്യജാതനായ യറഹ് മേലിൻ്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ബൂന, ഓരൻ, ഓസം, അഹിയ എന്നിവരും. യറഹ്മേലിന് അദാറ എന്നൊരു വേറെ ഭാര്യയും ഉണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യറഹ്മേലിൻ്റെ ആദ്യജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, ഏക്കർ. ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിൻ്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിൻ്റെ പുത്രന്മാർ സേലത്ത്, അഫായിം. സേലത്ത് മക്കളില്ലാതെ മരിച്ചു. അഫായിമിൻ്റെ പുത്രനാണ് ഈഷി. ഈഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാൻ്റെ പുത്രൻ അഹ്ലായി. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യാഥർ, ജോനാഥൻ. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥൻ്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യറഹ്മേലിൻ്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ശേഷാൻ തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാൻ്റെയും നാഥാൻ സാബാദിൻ്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബേദും ജനിച്ചു. ഓബേദ് യേഹുവിൻ്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മയുടെയും സിസ്മായി ഷല്ലൂമിൻ്റെയും പിതാവാണ്. ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായ്ക്ക് എലിഷാമായും ജനിച്ചു. യറഹ്മേലിൻ്റെ സഹോദരനായ കാലേബിൻ്റെ ആദ്യജാതനും സീഫിൻ്റെ പിതാവുമാണ് മരേഷ. മരേഷയുടെ പുത്രൻ ഹെബ്രോൺ. ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റെക്കെം, ഷേമ. ഷേമ റഹാമിൻ്റെയും അവൻ യോർക്കയാമിൻ്റെയും പിതാവാണ്. റെക്കെം ഷമ്മായിയുടെ പിതാവ്. ഷമ്മായിയുടെ പുത്രൻ മാവോൻ. മാവോൻ്റെ പുത്രൻ ബെത്സൂർ. ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലേബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗസേസിൻ്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ രേഗം, യോഥാം, ഗേഷാൻ, പേലെത്ത്, ഏഫ, ഷാഫ്. മാഹ എന്ന ഉപനാരിയിൽ കാലേബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ് മക്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലേബിൻ്റെ പുത്രിയാണ് അക്സ. ഇവർ കാലേബിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രാത്തിൻ്റെ ആദ്യജാതനായ ഹൂറിൻ്റെ പുത്രന്മാർ കിര്യാത്ത് യേറാമിൻ്റെ പിതാവ് ഷോബാൽ, ബെത്ലഹേമിൻ്റെ പിതാവ് സൽമ, ബെത്കാദറിൻ്റെ പിതാവ് ഹാരഫ്. അർദ്ധമെനുഹോത്യർ, ഹരോവ എന്നിവർ കിര്യാത്ത് യേറാമിൻ്റെ പിതാവായ ഷോബാലിൻ്റെ വംശത്തിൽപ്പെടുന്നു. കിര്യാത്ത് യേറാമിൻ്റെ കുലങ്ങൾ ഇത്യർ, പുത്യർ,
ഷുമാത്യർ, മിശ്രായർ. ഇവരിൽ നിന്ന് സോറാത്യരും എഷ്താവോലിരും ഉത്ഭവിച്ചു. ബെത്ലഹേം, നെത്തോഫാത്യർ, അത്രോത്ത്, ബെദ്യോവാബ്, അർദ്ധമനഹാത്യർ, സോറിയർ എന്നിവർ സൽമ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞകുലങ്ങൾ തിരാത്യർ, ഷിമയാത്യർ, സുക്കാത്യർ. റേഖാബ് കുടുംബത്തിൻ്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 3-ാം അധ്യായം. ദാവീദിൻ്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ആദ്യജാതൻ അമ്നോൻ ജസ്രേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ കാർമൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അദോനിയ ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ. ആറാമൻ ഇത്രയാം ജനിച്ചു. ഹെബ്രോണിലെ 7.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ, ശോബാബ്, നാദാൻ, സോളമൻ എന്നീ 4 പേർ. അമ്മിയേലിൻ്റെ മകളായ ബത്ശുവ ആണ് അവളുടെ അമ്മ. ഇബ്ഹാർ, എലിഷാമ, എലിഫെലത്ത്, നോഗ, നെഫഗ്, യാഫിയ. എലിഷാമ, എലിയാദ, എലിഫേലത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. സോളമൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ റെഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോൺ, ജോസിയ. ജോസിയയുടെ പുത്രന്മാർ ആദ്യജാതൻ യോഹന്നാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ശല്ലൂം. യഹോയാക്കീമിൻ്റെ മകൻ യക്കോണിയ, അവൻ്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യക്കോണിയയുടെ പുത്രന്മാർ ഷെലാത്തിയേൽ, മൽക്കീരാം, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നെദബിയ. പെദായയുടെ പുത്രന്മാർ സെറുബാബേൽ, ഷിമെയി, മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിൻ്റെ പുത്രന്മാരാണ്. ഷെലോമിത്ത് അവരുടെ സഹോദരി. ഹഷൂബ, ഓഹെൽ, ബെറക്കിയ, ഹസാദിയ, യശബ, ഹെസത്ത് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയയുടെ പുത്രന്മാർ പെലത്തിയ, ഏശയ്യ. ഏശയ്യയുടെ പുത്രൻ റഫായ, റഫായയുടെ പുത്രൻ അർനാൻ, അർനാൻ്റെ പുത്രൻ ഒബാദിയ, ഒബാദിയയുടെ പുത്രൻ ഷെക്കാനിയ, ഷെക്കാനിയയുടെ പുത്രൻ ഷെമായ. ഷെമായയുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗാൽ, ബെറിയ, നെയാറിയ, ഷാഫാത്ത്. ഹെക്കാനിയയ്ക്ക് ആകെ 6 പേർ. നെയാറിയയുടെ പുത്രന്മാർ എലിയോയവാനായി, ഹിസ്കയ്യ, അസ്രിക്കാം ഇങ്ങനെ 3 പേർ. എലിയോയവാനായുടെ പുത്രന്മാർ ഹോദാവിയ, എലിയാഷീബ്, പെലയ, അക്കൂബ്, യോഹന്നാൻ, ദലായ, അനാനി ഇങ്ങനെ 7 പേർ. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.